ഇന്ന ലില്ലാഹി വ ഇന്ന ഇലൈഹി റാജിഊൻ. വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ന്യൂസ് നിങ്ങൾക്ക് മുന്നിൽ അറിയിക്കുന്നത്. കാരണം 5 വർഷമായിട്ട് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെയും ഭാര്യയെയും മക്കളെയും ഒന്നും കാണാതെ തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട തിരൂർ കല്ലിങ്ങൽ സ്വദേശിയായ ഷെഫീഖ്. 5 വർഷമായി നാട്ടിൽ വന്നു പോയിട്ട്. അങ്ങനെ 5 വർഷത്തിന് ശേഷം, അതായത് ചൊവ്വാഴ്ച രാത്രിയിലെ വിമാനത്തിൽ, എയർ ഇന്ത്യ വിമാനത്തിൽ നാട്ടിലേക്ക് വരാൻ വേണ്ടി ഉദ്ദേശിച്ച് തിങ്കളാഴ്ച എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി. അദ്ദേഹത്തിന്റെ യാത്രക്കുള്ള എല്ലാ രേഖകളും അതുപോലെ തന്നെ പെട്ടിയൊക്കെ കെട്ടിവെച്ചിട്ട് ചൊവ്വാഴ്ച രാത്രി എയർ ഇന്ത്യ വിമാനത്തിൽ കയറിയിട്ട് ബുധനാഴ്ച പുലർച്ചെ കോഴിക്കോട് ഇറങ്ങേണ്ടതായിരുന്നു ഷെഫീഖ്. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. ഷെഫീഖ് തൻ്റെ സ്നേഹിതന്മാരുമായിട്ടൊക്കെ അവന്റെ നാട്ടിലേക്ക് വരാനുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി പെട്ടിയെല്ലാം ഒരുക്കി റെഡിയാക്കിയതിനു ശേഷമാണ് പ്രിയപ്പെട്ടവര് അവരുടെ റൂമിലേക്ക് പോയത്. ചൊവ്വാഴ്ച കാലത്ത് ഷെഫീഖിനെ വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നില്ല. അങ്ങനെ അവർ റൂമിൽ വന്നു നോക്കുമ്പോൾ ഷെഫീഖ് ഈ ലോകത്തിനോട് വിട പറഞ്ഞിരിക്കുന്നു. 5 വർഷമായിട്ട് ഈ പ്രിയപ്പെട്ട ഷെഫീഖ് സൗദി അറേബ്യയിലെ ദമാമിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെയും മക്കളെയും ഭാര്യയെയും ഒക്കെ കണ്ണിറയെ കാണുവാൻ ഒരുപാട് കൊതിച്ച് അവർക്കെല്ലാം ഒരു സർപ്രൈസ് കൊടുത്തുകൊണ്ട് വീട്ടിലേക്ക് എപ്പോഴും ഷെഫീഖ് ഫോൺ കോൾ ചെയ്യുമായിരുന്നു. പക്ഷേ വരുന്ന കാര്യം അങ്ങനെ പറയാറില്ല. ഒരു സർപ്രൈസ് യാത്ര നടത്തി വീട്ടിലേക്ക് കയറി ചെല്ലാനായിരുന്നു ഷെഫീഖ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. ചലനമറ്റ് തൻ്റെ മാതാവിനെയും തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെയോ ഭാര്യയെയോ മക്കളെയോ ഒന്നും കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇനി ഷെഫീഖ് നാട്ടിലേക്ക് വരുന്നത്. തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്കും തൻ്റെ കുടുംബങ്ങൾക്കും വേണ്ടി കെട്ടി റെഡിയാക്കി വെച്ച ആ പെട്ടിയിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, സന്തോഷങ്ങളുണ്ട്. പക്ഷെ ആ സന്തോഷങ്ങളെല്ലാം വല്ലാത്തൊരു സങ്കടമായിട്ടാണ് ഇനി ഷെഫീഖ് നാട്ടിലേക്ക് വരുന്നത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. 5 വർഷം മുന്നെയാണ് ഷെഫീഖ് നാട്ടിൽ വന്നിട്ട് തിരിച്ച് വിദേശത്തിലേക്ക് പോയത്. കൊറോണയുടെ ഒക്കെ ഓരോ ബുദ്ധിമുട്ടിൽ പെട്ടുകൊണ്ട് ജോലിയൊക്കെ നഷ്ടപ്പെട്ടു. പിന്നീട് താൽക്കാലികമായിട്ടൊരു ജോലി കിട്ടി. അങ്ങനെ തൻ്റെ വീടിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. ആ പണി പൂർത്തീകരിക്കുവാനും തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെയും ഭാര്യയെയും ഒക്കെ ആ കുടുംബത്തിൽ തൻ്റെ വീട്ടിലേക്ക് കൊടുന്നിട്ട് കുറച്ചു കാലം സന്തോഷത്തോടു കൂടി ജീവിപ്പിക്കാനൊക്കെ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഷെഫീഖ് ഇത്രയും നാളെ അവിടെ നിന്നത്. ഇപ്പോൾ ഇതാ ഷെഫീഖിന് നല്ലൊരു ജോലി കിട്ടി. നിലവിലുള്ള ജോലി ഉപേക്ഷിച്ചു നാട്ടിൽ വന്നതിന് ശേഷം, എക്സിറ്റായി നാട്ടിൽ വന്നതിന് ശേഷം ആ നല്ലൊരു ജോലിയിലേക്ക് തിരിച്ചു പോകണം. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ കാണണം, പ്രിയപ്പെട്ട ഭാര്യയെ കാണണം, മക്കളെ കാണണം. ഇങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ വെച്ചുകൊണ്ടാണ് ഷെഫീഖ് നാട്ടിലേക്ക് വരുന്നത്. പക്ഷേ അദ്ദേഹം ആ സ്വപ്നങ്ങളെല്ലാം മനസ്സിൽ ഒതുക്കിക്കൊണ്ട് കിടന്നുറങ്ങി. നേരം പുലർന്നപ്പോൾ ഈ ലോകത്തിനോട് വിട പറഞ്ഞു എന്നാ പറയുന്നത്. എന്തെല്ലാം സ്വപ്നങ്ങളുമായിട്ടാണ് ഷെഫീഖ് കിടന്നുറങ്ങിയിട്ടുണ്ടായിരിക്കുക. തൻ്റെ ഉമ്മ എന്താണെങ്കിലും നാട്ടിലേക്ക് വരുന്ന ചെറിയൊരു സൂചന ഉമ്മ അല്ലെങ്കിൽ ഭാര്യയോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, എത്ര സർപ്രൈസ് ആണെങ്കിലും. ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ചൊവ്വാഴ്ച അവിടുന്ന് രാത്രി ഫ്ലൈറ്റ് കയറിയിട്ട് ബുധനാഴ്ച എൻ്റെ പ്രിയപ്പെട്ട മകൻ വരുന്നു എന്നുള്ള സന്തോഷത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആ ഉമ്മയുടെ കാതിലേക്ക് എത്തിയത് മകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ളൊരു വാർത്തയാണ്. അതേപോലെ തന്നെ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്കും മക്കൾക്കുമെല്ലാം എന്തെല്ലാം സ്വപ്നങ്ങളാണ് അവിടെ ആ കണ്ണടച്ചുകൊണ്ട് വിദേശത്ത് കിടക്കുന്നത്. 5 വർഷങ്ങൾക്ക് മുന്നേ കണ്ട് കൊതി തീരാതെ പോയ തൻ്റെ ഉമ്മയുടെ മുഖമൊന്ന് കാണാൻ, ജീവനോടുകൂടെ തൻ്റെ മകന്റെ മുഖമൊന്ന് കാണാൻ എത്ര കൊതിച്ചിട്ടാണ് ആ ഉമ്മ ഇരിക്കുന്നുണ്ടായിരിക്കുക, ആ കുടുംബം ഇരിക്കുന്നുണ്ടായിരിക്കുക. നമ്മുടെ വിധിയാണ്. ഇന്നലെ ചെയ്ത ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ പൊടുന്നനെ ഉള്ള ഓരോ വിധികൾ നമ്മളിലേക്ക് വരുമ്പോൾ നമുക്കൊന്നും അവിടെ ചെയ്യാനില്ല. പ്രാർത്ഥന മാത്രമേ റബ്ബിനോടുള്ളൂ. ഈ കുടുംബത്തിന്റെ അവസ്ഥ ഒന്ന് നോക്കൂ. അല്ലാതെ ഈ ഒരു ന്യൂസ് ഞാൻ കേട്ടപ്പോൾ എനിക്ക് പറയാൻ തന്നെ വല്ലാത്തൊരു വിഷമം തോന്നി. പക്ഷേ ആ കുടുംബത്തിന് ക്ഷമ കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ശ്രോതാക്കളോട് എപ്പോഴും പറയാറുണ്ട്, നമ്മളിങ്ങനെ ഓരോ വീഡിയോസ് കാണുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പടച്ച റബ്ബ് ആ കുടുംബത്തിന് സമാധാനം നൽകട്ടെ, ആ ഉമ്മക്ക് സമാധാനം നൽകട്ടെ, ആ പ്രിയപ്പെട്ട ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ മനസ്സിന് സമാധാനവും ധൈര്യം നൽകിക്കൊണ്ട് അവർക്ക്
അവരുടെ വേർപാടിന്റെ എല്ലാവിധ പ്രതിഫലങ്ങളും റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ തന്റെ കുടുംബത്തിന് വേണ്ടി വീടും നാടൊക്കെ ഒഴിവാക്കി 5 വർഷം അവിടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച പ്രിയപ്പെട്ട ഷഫീഖിന് അള്ളാഹു തആല സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപകടങ്ങളിൽ നിന്നും പൊടുന്നനെയുള്ള ഇതുപോലുള്ള വേർപാടുകളിൽ നിന്നെല്ലാം പടച്ച റബ്ബ് നമ്മളെയും നമ്മുടെ കുടുംബത്തിനെയും നമ്മുടെ ബന്ധുക്കളെയും നമ്മുടെ സഹോദരങ്ങളെയും എല്ലാവരെയും പടച്ച റബ്ബ് കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ഈ ഒരു പ്രാർത്ഥന നമുക്ക് ഇതിലൂടെ കൊടുക്കാം. അതല്ലാതെ ഇത്രയും കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ വല്ലാത്ത സങ്കടമാണ് തോന്നുന്നത്. ആ കുടുംബത്തിന്റെ അവസ്ഥ, ആ പ്രിയപ്പെട്ട മകൻ എന്തെല്ലാം തന്റെ ഉമ്മാക്കും തന്റെ പ്രിയപ്പെട്ടവർക്കും മക്കൾക്കൊക്കെ വാങ്ങിവെച്ച പെട്ടി താൻ കിടക്കുന്ന തലയുടെ തലയുടെ തൊട്ടുഭാഗത്ത് കെട്ടി ഭദ്രമാക്കിയിട്ട് വളരെ സന്തോഷത്തോടു കൂടി സ്വപ്നം കണ്ടത് 5 വർഷമായി എൻ്റെ ഉമ്മയെ നേരിട്ടൊന്ന് കണ്ടിട്ട് പോവണം, ഉമ്മയെ ഒന്ന് കെട്ടിപ്പിടിക്കണം, ഭാര്യയോട് സ്നേഹങ്ങൾ പങ്കിടണം, തൻ്റെ മക്കളോട് കൂടി ചെലവഴിക്കണം. ഇങ്ങനെയൊക്കെ ഒരുപാട് സ്വപ്നങ്ങളാണ് ഇനി അടുത്ത ദിവസം. എല്ലാ സ്വപ്നങ്ങളും അല്ലെങ്കിൽ എല്ലാ ആഗ്രഹങ്ങളെയും മൂടിക്കൊണ്ട് ഇനി വരുന്നത് ചലനമറ്റ ഒരു ശരീരം ഒരു പെട്ടിയിലായിക്കൊണ്ടാണ്. പടച്ച റബ്ബ് കാക്കട്ടെ ഇത്രയും വിധികളിൽ നിന്ന്. ഷഫീഖ് തിരൂര് കല്ലിങ്ങൽ സ്വദേശിയാണ്. 5 വർഷമായിട്ട് സൗദി അറേബ്യയിലാണ്. എല്ലാ രേഖകളും പൂർത്തിയാക്കി നാട്ടിലേക്ക് വരാനുള്ള ഉമ്മാക്കും പ്രിയപ്പെട്ടവർക്കും ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി താൻ ഒരു യാത്രക്ക് തയ്യാറാതായിരുന്നു. പക്ഷേ അതിനപ്പുറം മറ്റൊരു യാത്രയിലേക്കാണ് പ്രിയപ്പെട്ട ഷഫീഖ് നമ്മളെ വിട്ടുപോയത്. പടച്ച റബ്ബ് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകട്ടെ. അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിന് ക്ഷമ നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥനയുടെ മെസ്സേജുകളൊക്കെ ഇട്ട് പരസ്പരം ആമീൻ പങ്കിടണം. കാരണം ഇതൊക്കെ മറ്റുള്ളവർക്ക് ഇത്രയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയല്ലോ. അല്ലാതെ ഈ ദുഃഖ വാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ ആശ്ചര്യപ്പെട്ട് പടച്ചവനെ എന്താ സംഭവിച്ചതല്ലേ ആ പറയുന്നതിൽ കാര്യമൊന്നുമില്ല. ആത്മാർത്ഥമായിട്ട് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന എന്നുള്ളത് മുഅ്മിനിന്റെ ആയുധമാണ്. അത് എല്ലാ കാര്യത്തിലും അതിനുവേണ്ടിയാണ് ഇതൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്. എന്താണെങ്കിലും പടച്ച റബ്ബ് ഉന്നതമായ സ്ഥാനം സ്വർഗത്തിൽ നൽകട്ടെ. ആ കുടുംബത്തിന് ക്ഷമ നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.